ടു ഷാബിയാസ് കിച്ചൺ. ഞാനിന്ന് വന്നിട്ടുള്ളത് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന അച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഞാനിവിടെ തയ്യാറാക്കുന്നത് മാങ്ങ അച്ചാറാണ്, അതും രണ്ട് വ്യത്യസ്തമായ രീതിയിൽ. മാങ്ങ അച്ചാർ എൻ്റെ ഫേവറേറ്റ് ആണ്. അപ്പോൾ നമ്മൾ ഈ അച്ചാർ തയ്യാറാക്കുമ്പോൾ ഒരു സ്പെഷ്യാലിറ്റി കൂടിയുണ്ട്. ഒരെണ്ണം ഇൻസ്റ്റൻറ്റും മറ്റൊന്ന് ഇൻസ്റ്റൻറ്റും അല്ലാതെയാണ് ഞാൻ തയ്യാറാക്കുന്നത്. മറ്റൊരു സ്പെഷ്യാലിറ്റി എന്തെന്ന് വെച്ചാൽ ഈ അച്ചാറുകളിൽ രണ്ടെണ്ണത്തിലും നമ്മൾ വിനേഗർ യൂസ് ചെയ്യത്തില്ല. എന്നാൽ പോലും ഇത് കാലങ്ങളോളം കേടുകൂടാതിരിക്കും. അപ്പോൾ നമുക്ക് ഈ രണ്ട് തരത്തിലുള്ള അച്ചാർ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പ്, നമ്മൾ ഒരു പാത്രം എടുത്ത് അതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് ഉലുവയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് നമ്മുടെ രണ്ട് അച്ചാറിനും കോമൺ ആണ്. ഉലുവയുടെ ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് രണ്ട് അച്ചാറിനും ആവശ്യമായിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിത് ആദ്യമേ ചെയ്ത് വെക്കുവാണ്. അപ്പോൾ നമ്മുടെ ഉലുവ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചെറുതായിട്ട് പൊട്ടി വരണം, അതുവരെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഉലുവ ഇവിടെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് തണുക്കാൻ വെക്കണം. അതിനുശേഷം നമുക്കൊരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് ഈ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉലുവ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ ഉലുവാപ്പൊടി ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് നമുക്ക് 5 പച്ചമാങ്ങ എടുക്കാം. ഇനി നമുക്കിതൊന്ന് സ്ലൈസ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ 2 മാങ്ങ അച്ചാറിന് വേണ്ടിയിട്ടും മാങ്ങ ഒരുമിച്ചാണ് ഇവിടെ അരിഞ്ഞെടുക്കുന്നത്. ആദ്യം നമുക്ക് ഈ മാങ്ങ ചെറിയ ചെറിയ പീസസ് ആയിട്ട് മാറ്റണം. അതിനുശേഷം നമുക്കിത് കുഞ്ഞായിട്ടൊന്ന് സ്ലൈസ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഈ മാങ്ങ അച്ചാറിന് വേണ്ടിയിട്ട് ഇത്രയും ചെറിയ പീസസ് ആയിട്ടാണ് സ്ലൈസ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കിതെല്ലാം കൂടി ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കണം. അപ്പം ഞാനിവിടെ മാങ്ങയെല്ലാം സ്ലൈസ് ചെയ്തെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മാങ്ങ അച്ചാർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇത് ഡിവൈഡ് ചെയ്യാണ് വേണ്ടത്. അപ്പം ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് ഞാൻ ഇതിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ആ പാത്രത്തിലേക്ക് സ്ലൈസ് ചെയ്ത മാങ്ങ മാറ്റിയതിന് ശേഷം നമുക്ക് മറ്റൊരു പാത്രം എടുത്ത് അതിലേക്ക് ബാക്കി ഹാഫും കൂടി ചേർത്ത് കൊടുക്കാം. ഈ പാത്രത്തിൽ ഞാൻ ഇടുന്നത് ഇൻസ്റ്റൻറ്റ് പിക്കിൾ തയ്യാറാക്കാനുള്ള മാങ്ങയാണ്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ആ മാങ്ങയിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ഈ ഇൻസ്റ്റൻറ്റ് അച്ചാറിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പായ മാങ്ങയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി പ്രൊസീജിയറിലേക്ക് കടക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ പൊടിച്ച് വെച്ചതിൽ നിന്ന് 1 ടീസ്പൂൺ ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. അത് കഴിഞ്ഞ് നമുക്കൊരു പാൻ എടുത്ത് അതിലേക്ക് നമുക്ക് നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 50 ml നല്ലെണ്ണയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുകും കൂടി ചേർത്ത് കൊടുക്കണം. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് നല്ലൊരു കളറും കിട്ടുന്നതായിരിക്കും കശ്മീരി മുളക് പൊടി ഉപയോഗിച്ചാൽ. അപ്പോൾ ഞാനിതെല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഈ തയ്യാറാക്കി വെച്ചേക്കുന്ന മിക്സി മാങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ഇത്രയും മാത്രമാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റൻറ്റ് മാംഗോ പിക്കിൾ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ മാങ്ങയിൽ നിന്ന് എണ്ണ നല്ലപോലെ ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു അച്ചാർ കുറേ നാളത്തേക്ക് പൂക്കാതിരിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് അടുത്ത അച്ചാർ തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ മാറ്റി വെച്ചിരിക്കുന്ന ബാക്കി പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇനി നമുക്ക് ഉപ്പിട്ട് വെച്ചിരിക്കുന്ന മാങ്ങ ഒരു 7-8 മണിക്കൂർ നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഇതിൽ നിന്ന് വെള്ളമൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ 8 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. പിറ്റേ ദിവസം ആയപ്പോൾ നമ്മുടെ മാങ്ങയൊക്കെ നന്നായിട്ട് ഉപ്പ് പിടിച്ചിട്ടുണ്ട്.
അപ്പോൾ നമുക്ക് ഇതുപോലെ ഇത്രയും വെള്ളം കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ വെള്ളം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമുക്ക് ഈ മാങ്ങയിൽ നിന്ന് ഉപ്പുവെള്ളം ഒന്ന് ഊറ്റിയെടുക്കണം. അപ്പോൾ ഞാൻ ഈ ഉപ്പുവെള്ളം ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ എടുത്ത് അതിലേക്ക് നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 50 ml ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ വെളുത്തുള്ളി ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പിട്ട് വെച്ചിരിക്കുന്ന മാങ്ങയുടെ പീസസും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന ഉപ്പുവെള്ളം ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കടുകിൻ്റെ പരിപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കായപ്പൊടിയും പിന്നെ 1.5 ടീസ്പൂൺ ഉലുവാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ അച്ചാർ ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ 2 രീതിയിൽ തയ്യാറാക്കി എടുത്തിട്ടുള്ള അച്ചാർ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ആദ്യത്തെ ഇൻസ്റ്റൻറ്റ് അച്ചാറും പിന്നെ രണ്ടാമത്തെ പിക്കിളും. ഇതുവരെ ഈ രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണേ. ഒട്ടും ടൈം കൺസ്യൂമിങ്ങും അല്ല, എന്നാൽ നല്ല ടേസ്റ്റിയുമായിട്ടുള്ള അച്ചാറാണിത്. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇനിയും ഇതുപോലെ കിഡ്ലൻ റെസിപ്പീസുമായി വരുന്നത് വരെ ഒരു ഷോർട്ട് ബ്രേക്ക്. ബൈ.